അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ് ടാങ്ക് ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ മൊത്തത്തിൽ റീസ്റ്റോറേഷൻ ചെയ്യാൻ പോവാണ്. മൊത്തം പണിഞ്ഞ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുമ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പറ്റുമെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. പിന്നെ ശബ്ദത്തിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് തൊണ്ട വയ്യ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നേരെ കിടന്നാലോ. ഇതാണിപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ. ഫുൾ പണിയായിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇടയ്ക്ക് വെച്ച് പക്കൻഷനെ വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന അതുകൊണ്ട് വെളിയിൽ നോക്കി ടാങ്കിൻ്റെ അതും പോലും കാണും. അപ്പം അതിൻ്റെയും കൂടെ നമുക്ക് തപ്പണം. പിന്നെ ഇതിനകത്ത് 5-6 കുറച്ച് കൊച്ചുങ്ങൾ കിടക്കുന്നുണ്ട്. ഈ ഹിപ്പിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ബ്രീഡായതാണ്. അത് വലുതിനത്രയും നമ്മൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ടൊരു കല്ലൊക്കെ അങ്ങ് എടുത്ത് വെച്ചാൽ കല്ലിൻ്റെ ഒക്കെ അവസ്ഥ നോക്കണേ ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇവിടോട്ട് വരുമ്പോൾ നല്ല പായൽ മൂട്. ഇതൊക്കെ തന്നെ സെക്യൂരിറ്റി കഴിവെടുത്ത പാട് എനിക്ക് മാത്രമേ അറിയാം ഗൈസ്. പിന്നെ എനിക്ക് തുറക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതെല്ലാം ഗ്രൂം ചെയ്തെടുത്താൽ മതിയതാണ്. പിന്നെ ഗ്രൂം ചെയ്യണമെങ്കിൽ എല്ലാം വള്ളിക്കെട്ട് കണക്ക് കിടക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കില്ലാത്ത മണ്ണ് കരങ്ങിക്കിട്ടും. കണ്ടോ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇതൊക്കെ ഫുൾ തേച്ച് വെച്ച് മിനുക്കിയെടുക്കാം. നമുക്കിപ്പോൾ പ്ലാന്റ്സ് എല്ലാം ഈ ടാങ്കിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ടാങ്ക് കലങ്ങളില്ല. ഈ ടാങ്ക് വല്ല കലങ്ങിയ നല്ല രസമായിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ എല്ലാം ഇതിനെ ഉൾപ്പെടെ നമുക്ക് തേച്ച് കുളിപ്പിക്കണം ഗൈസ്. ഇത് ഞാൻ പറയുന്നത്. ഇതോട്ട് പിന്നെ എൻ്റെ പേടിയെന്ന് പറയുന്നത് താമ്പലുണ്ട്. അപ്പം ഞാൻ ആമ്പല് പറിച്ചു വെച്ചില്ല. ആമ്പൽ അതേ കണക്ക് തന്നെ ഇരിക്കട്ടെ എന്നാണ്. അത് ഞാൻ ആമ്പലും അല്ലെങ്കിൽ സാമ്പിളും എടുക്കാം. താറ് എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ്. നമ്മുടെ ടാങ്ക് ജസ്റ്റ് മിസ്സിന് പൊട്ടിയില്ല. എൻ്റെ ദൈവമേ, ഇപ്പം നമ്മുടെ ടാങ്ക് പൊട്ടിയേനെ ഈ കല്ലാണ്. അതുകൊണ്ട് ഇതിനെ പയ്യെ കയറ്റി ഇറക്കിയേക്കാം. എടുക്കാം. ഇതൊക്കെ ഇവരൊക്കെ അങ്ങനെ നീണ്ട് ഇതൊക്കെ എപ്പോ ഇതെങ്ങനെ ചാടി? എനിക്ക് തോന്നുന്നതേ ഇതിനകത്ത് എന്ന കാർപ്പ് ഇതിനകത്തോട്ട് ചാടിയതാണ് തോന്നുന്നത് കേട്ടോ, പൂച്ച പിടിക്കാൻ നേരത്ത്. ഇതിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ട്. അഴുകിയൊരു പരിപാടി ഫുൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് വെച്ച് ഇനി പിടിപ്പിക്കും. ഇതിലേക്ക് വളർച്ച പൊട്ടിച്ചു പോയത് എനിക്ക് തോന്നുന്ന ആൾക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇടയിലൊരു പ്രകൃതിയാണോ ഇടിഞ്ഞൊഴിഞ്ഞ് വീഴുന്ന ഇതുണ്ട്. ഇത് വലിയ കഷ്ണമാണ്. ഒരു വെള്ളാരക്കല്ലിൻ്റെ കണ്ടോ, നല്ല വീഴ്ചുണ്ട് സാധാരണ കല്ലിൻ്റെ. ഇതിനകത്ത് എവിടെയെങ്കിലൊക്കെ കാണാൻ കഴിയുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയൊന്നും കാണാൻ കൂടി എത്തുന്നു. ഇവിടുത്തെ തന്നെ നോക്കിയിട്ട് ഈ കല്ലിൻ്റെ ഇടയിൽ തോനെ മീനുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ വേണ്ടത്തരേം ചെയ്തു. വലിയ കല്ലത്തിന് ഇങ്ങോട്ട് എടുത്ത് ഇതിനകത്ത് തൊട്ടിട്ട് വലിയ മണ്ടത്തരം.
ഡാറ്റാബേസിൻ്റെ എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവർക്ക് ഫുള്ള് എടുക്കുമ്പോഴത്തേക്കും ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങ് ലോങ് ആയി പോയല്ലേ പാട്ട് 1 2 ആയിട്ടില്ലെന്ന് കാറിൻ്റെ ഇപ്പം ആക്കാൻ തോന്നി. ഇതിനൊക്കെ ഏകദേശം ഒരു 2 കിലോ അടുപ്പിച്ച് വരും കഴിച്ച് ചെയ്തിട്ട്. ഇപ്പം തന്നെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇനി എഴുതാൻ പോണ മീൻ എന്ന് പറയുന്നത് നാടൻ കിപ്പിയില്ലേ നമ്മളെ, അതിനാണ് നമ്മൾ നാടൻ കിപ്പി ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ ആയാലും ചാവത്തില്ല, അതിൻ്റെ വംശനാശമൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ പൊക്കുമ്പോഴത്തേക്ക് എൻ്റെ അടിയിൽ കിടക്കുന്ന ഓക്സിജനൊക്കെ ബ്ലോക്കായി കിടന്ന് പൊങ്ങുന്നുണ്ട്. ഇങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ ശരിയാവില്ല. ആക്കാം വേഗം തന്നെ നമുക്കിത് ഇളക്കി മാറ്റാം. ഇതൊക്കെ ചെടി ഇനായി വലിച്ചെടുക്കുന്നതിൻ്റെ ഇത് പെട്ട് ഇതായി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് മണ്ണ് സെപ്പറേറ്റ് ആയിട്ട് കോരി എടുക്കുന്നത്. അവിടെ ഈ ഇതില്ലേ ബ്ലാക്ക് സ്റ്റോൺ ഇത്. പിന്നെ നമ്മൾ കല്ല് എത്രയും പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ടാങ്കിൽ. പയ്യ പ്ലാന്റ്സ് ഫസ്റ്റ് ഈ ഒരു ഫോസ്റ്റീൽ വേണം ഇത് മണ്ണോട് അരിഞ്ഞ് ചേർന്നാന്ന് കുത്തിവെച്ച് കുത്തി തന്നെ ഒരു ലോഡുണ്ടാക്കിയാണ് കേട്ടോ. ഇത് പണിയാവും. ഇത് നല്ല പണിയാവും. ഫുൾ ബ്ലോക്കായി കിടക്കുകയാണ്. മുറിഞ്ഞ് വന്നില്ലേ ഇതിനകത്ത് കിടക്കുന്ന താമരൻ്റെ ഒരു തണ്ട് ഞാൻ എടുത്ത് മാറ്റുന്നതായിരിക്കും. ഇതിലേതൊക്കെ ഇപ്പം ഞാൻ കിടന്ന് അടിക്കുന്നു. പിന്നെ ഇതൊക്കെ താമര അത്യാവശ്യം എൻ്റെ സെറ്റ് താമര. റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടാത്തതുകൊണ്ട് കട്ട് ചെയ്തിട്ട് എത്തി തണ്ടുന്ന എൻജോയ് ചെയ്തു. ഇപ്പം തന്നെ ഏകദേശം ഇതിനൊന്ന് നീക്കിയിട്ട് താമര കുട്ടുന്ന പയ്യെ ചെയ്തെടുക്കും. ഈ നമ്മളെ ടാങ്കിൽ ഓർഗാനിക് ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ എന്നെത്താനെ സെറ്റ് ചെയ്തതാണ്. ഇതെങ്ങനെ മുളച്ച് വന്ന് എങ്ങനെ ഇതായെന്ന് എനിക്ക് ഇത് 2 തണ്ടുണ്ട് കേട്ടോ. ഏതിൻ്റെ ഇതാണെന്ന് പോലും എനിക്കറിയില്ല. ഇതിന് ഇങ്ങനെ മുളച്ചു പോയി. ഇത് നമുക്ക് ഇനി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്റർ പോട്ടായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ തപ്പി പിടിച്ച് പോട്ടെ.
എന്നിട്ട് സെറ്റ് എല്ലയൊക്കെ പിടിച്ചു വേരൊക്കെ നല്ല വെള്ളമൊക്കെയുള്ള വേരൊക്കെ നല്ല ഇതിലായിട്ട് ഉണ്ടായിരുന്നു. കെട്ടി ഇതിൽ തന്നെ ഗപ്പിക്കുഞ്ഞിനെ ഒന്നും കാണില്ല. ഈ കാർപ്പ് ഗപ്പിൻ്റെ കുഞ്ഞുങ്ങളെ പിന്നെ തോന്നുന്നു. വേറെന്തോ മണ്ണോടെ പിഴുതെടുക്കും. ചെടിയുടെ വേര് അങ്ങനെയാണ്. ഇത് പറ്റി എങ്ങോട്ടാ പോണ? ഓ ഈ താമര എന്നെ ഇതാണ് വയസ്സിൻ്റെ അടിയുണ്ട്. താമരൻ്റെ ഇതല്ലേ നല്ല തണ്ടാണ്. ഇത് നമുക്ക് മാറ്റിയിട്ടേക്കാം. ഇത് നമുക്ക് ഒരു ഗാർഡന് വേണം. വെള്ളത്തിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ നശിച്ചു കൊടുക്കും. ഇവിടെ ഇത് തീകാനായിട്ടുള്ള ചെടിയൊക്കെ ഈ ചെടിയൊക്കെ നമ്മൾ കുത്തി വെച്ചതാണ്. ഇത് എന്താണ് ഇപ്പോഴും ഇതിനും ഒക്കെ നമ്മൾ ഫുള്ളി ഗ്രൂം ചെയ്ത് നമ്മൾ ഇറക്കും. അതിൻ്റെ അകത്തുനിന്ന് മണ്ണൊന്നും കൊല്ലുന്നുണ്ട്. ഒടുക്കത്തെ നീളമാണ്. ഫുള്ള് ചെടീൻ്റെ അകത്തായിട്ട് വെച്ച് വേറൊരു ചെടിയാണ്. ഈ താമരേൻ്റെ രണ്ടൊക്കെ ഇതിനകത്ത് കേൾക്കട്ടെ. ഇവിടെ ഒരു ചെടിയുണ്ട്. നമുക്ക് മണ്ണോടെ ഇങ്ങനെ ചെയ്തെടുക്കും. പിന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ ആയിപ്പോയി. മറ്റേ പ്ലാന്റൊക്കെ വയ്ക്കും. താണ്ടേ ഉള്ളിൽ പറന്ന് അടക്കുകയാണ്. ഓ ഓ ഓ ഓ ഓ ഇതേ കണക്കാക്കിയിട്ട് നമുക്ക് ഈ ചെടി നമുക്ക് മാറ്റിയിട്ടേക്ക്. അത് നമുക്ക് വേണം, ആവശ്യം വരും. ഇനി ഭാവിയിൽ വരുന്നൊരു വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പ്ലാന്റ്സ് പിടിച്ചതിന് ചെറിയൊരു വൈബ്രേഷൻ കൊടുത്താണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോയാലും ഈ പൊട്ടിയിട്ട് പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ടാങ്കിൽ തന്നെ ചെയ്യാം. ഇങ്ങനെ ഇതിനകത്ത് വേസ്റ്റ് എൻ്റെയൊക്കെ പറയും. പ്ലാന്റ് ടാങ്ക് നാച്ചുറൽ ഫിൽട്രേഷൻ ചെയ്യുന്നില്ല. ഇതിന് കാർപ്പുണ്ട്, അതിനെ പിടിക്കാൻ നമുക്ക് കായത്തിന് വേണ്ടിയൊന്ന് പോയിരുന്നു. നമുക്ക് ഈ മീനെ പിടിക്കാൻ എൻ്റെ അടുത്ത് ഈ മേളിൽ കിടന്ന് ഓടുന്ന സാധനം ഇങ്ങനെ പെറ്റി അരികി കിടക്കാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പ്ലാന്റ് അങ്ങനെ ചെറിയ ഗ്രില്ലും കൂടെ സെറ്റ് ചെയ്യണം. കാരണം പൂച്ച ശരി ഇവിടെ വെച്ച് കൂടുന്നുണ്ട്. നമ്മളിവിടെ ഒരു പട്ടിയാണെങ്കിൽ അത് അതിനെ തുറന്ന് ഇടുമ്പോഴാണ് ഈ പൂച്ച വരാത്ത. തുറന്ന് ഇടാതപ്പോൾ വെള്ളം പൂച്ച അത്രയും കൂടെ വന്നില്ല, മീനും കൂടെ പിടിച്ചോണ്ടോ വേണം. അത് ഈ ടാങ്കിലും മറ്റേ ടാങ്കിലൊക്കെ പൂച്ച കയറിയ പൂച്ചയുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പവർ കൊടുത്താൽ പിടിക്കേണ്ടി വരും. എറിയിട്ടാ കൈസ് എന്നെ പിടിച്ചിട്ട് നന്നില്ല.
ചെറിയ ബേസിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മണ്ണ് ഫുൾ മാറ്റിയിടാം. നെറ്റി നല്ല മണ്ണാണ്. പിന്നെ അടിയിലും ഫുൾ ചെല്ലിയൊക്കെ ആയിട്ടുള്ള മണ്ണാണ്. ഇത് നിന്നടാ. ഓരോരുത്തരുടെ സ്ഥലമുള്ള ഞാൻ എന്തായാലും ഇപ്പോൾ ഫ്രീ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ടാങ്കിൽ വെള്ളം കുറച്ചിട്ടേക്കാണ് ഇതിനകത്ത് ഇറക്കിയിട്ടിട്ടുണ്ട്. ടാങ്ക് ചെറിയൊരു പണി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മണ്ണുണ്ട്. ഫ്രണ്ടിൽ മൊറോക്കോ മണ്ണാണ്. നമുക്ക് മണ്ണ് ഫുള്ളിഞ്ഞ് കോരിയെടുക്കാം. അതിൻ്റെ തന്നെ സെപ്പറേറ്റ് പാത്രം എടുത്തിട്ടില്ല. നമുക്കിനി കോരിയെടുക്കാം. ഹീറ്റ് കോരിണ്ടെങ്കിൽ കോരാനുള്ള സാധനം ഞാൻ കാണുന്നില്ല. ഓക്കെ, ആവശ്യപ്പെടുന്നു. ഗോലിയെ നമുക്കൊരു ഗോലി കിട്ടി. എനിക്ക് ക്യാമറ കട്ട് ചെയ്യുന്നില്ല. ഇദ്ദേഹത്തെ എന്തോന്നോ കയറി കടിക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ഊരിയൊന്നും കുടഞ്ഞ് കളഞ്ഞ്. അപ്പോൾ ഇനി അത് കടിച്ചല്ല എനിക്ക് എന്താ ക്യാമറ ഓഫ് ചെയ്യുന്നില്ല. ഇനി ഓഫ് ചെയ്താൽ നിങ്ങൾ മടുത്തു വീഡിയോ. മണ്ണായതുണ്ട് മിക്കവാറും ടാങ്ക് ഇതോട്ട് എടുത്ത് തീരുമ്പോഴത്തേക്കും ടാങ്ക് ഫുൾ സ്ക്രാച്ച് ആയിരിക്കും. പിന്നെ നെറ്റി കൊല്ലുമ്പോഴത്തേക്കും ഒന്നും താഴെ പോകുന്നു. ഇളക്കിയിട്ട് കോരുന്നുണ്ട്. നെറ്റി കോരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തോനെ കിട്ടും. നമ്മളെ പണി ഈസിയാണ്. ഈ മണ്ണക്രീം എടുത്ത് തീരണമെങ്കിൽ തന്നെ പല സമയമാവുന്നത്. എനിക്ക് ഏത് സമയത്ത് തന്നെ ഉള്ള മണ്ണത്രയും കൂടി ഇതിനകത്ത് ഇടാൻ തോന്നി. അന്ന് ഈ മണ്ണത്തിനും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത്ര മണ്ണുണ്ടോയെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി പയറ്റി നോക്കിയിട്ടേക്ക്. നമുക്ക് വെള്ളം വറ്റിച്ച് ശരിയാവില്ല. ആക്ച്വലി ഇതായിട്ട് ഈ മണ്ണിങ്ങനെ പൊഴിഞ്ഞോണ്ട് ഞാൻ ഈ വെള്ളം വറ്റിച്ച് ഇതിലും പോയി മാറ്റിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾക്ക് കൈ ചുരുളി പോകുമ്പോൾ അങ്ങനെ വെള്ളം മുട്ടാൻ വറ്റിച്ചിട്ടുണ്ട്.
മണ്ണ് മൊത്തം പോലെ ഇപ്പം കണ്ടു കോരലിന് ലോഡ് മണ്ണിന് കിട്ടും. ഈ മണ്ണ് പേടിക്കണം കഴിച്ച് എന്നുവെച്ചാൽ ഓരോ സ്ക്രാച്ച് അടിച്ച് ചിലപ്പോൾ പൊട്ടും. അങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന ഒരു വലിയ നല്ല സൈസുള്ള ബൗളാണ്. അതായത് ഞാൻ മണ്ണിട്ടിരുന്നു, ആ ഒരു ബൗളിൽ മണ്ണിട്ടിരുന്ന് ഞാൻ മണ്ണും കൊണ്ടിട്ട് ഉരച്ച് കഴിയുമെന്ന് വിചാരിച്ചു. അതായത് കിടക്കുന്നതുകൊണ്ട് ആ പായലൊക്കെ പോകുമല്ലോ മണ്ണും കൂടെ ഉള്ളതുകൊണ്ട്. ഉരച്ച് കഴുകി മണ്ണ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഫുൾ സ്ക്രാച്ച്. ഇപ്പം ഒരെണ്ണത്തിന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഊട്ടയായി വലിയ തുള. അങ്ങനെ ഞാൻ പിന്നെ ബൗള് പിന്നെ പിടിച്ചിട്ടില്ല. ഞാനിട്ടും തീരുന്നില്ല കേട്ടോ. നമുക്കിതിനകത്ത് ഒരു മണ്ണ് പോലും ബാക്കി വെക്കില്ലേ. കാരണം ഇതുപോലെ മണ്ണ് കഴുകാൻ തന്നെ നല്ല പാടാണ്. അപ്പോൾ ഉള്ള എല്ലാ മണ്ണും കൂടെ ഇത്ര മണ്ണ് തന്നെ കഴുകാൻ ഒരു ലോഡ് മണ്ണ് വേസ്റ്റാവും. പയ്യനെ ഇത് ഒരിടത്ത് കൂട്ടിയിടാനാണ്. ഇവിടെയൊക്കെ മണ്ണിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫുൾ കോയിലും ഒരു പാടാണ്. എന്തായാലും ഈ മണ്ണ് കോരുന്നത് മതിയാകും. ടാങ്കിൽ കുറച്ച് മണ്ണ് ഇരിക്കുന്നുണ്ട്, ഒക്കെ ഒന്ന് കൈ വെച്ചൊന്ന് മാറ്റുന്നുണ്ട്. ഒരു പരിപാടിയുണ്ട്, കഴിയെ പറയാം. ഈ ടെക്നോളജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പോണം അതിൽ പച്ച കളറുള്ള ഡോട്ട് ഡോട്ടായിട്ടുള്ള ഈ പാൽ എത്ര ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് കളയും. ഉണ്ടോ ചെയ്യുന്നതിൻ്റെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഒരു സ്പോഞ്ച് പോലെ വെച്ച് ഇതെല്ലാം തേച്ച് വെച്ച് കഴിയും. സ്ക്രബ് വെച്ചൊക്കെ ഇത് നമുക്ക് ചെയ്യാം. തട്ടിച്ചേക്ക് നീര് ഞാൻ തട്ടിക്കുന്നില്ല. തട്ടിച്ച ഞങ്ങൾ ചിലപ്പോൾ ഗ്ലാസ് ഒത്തിരി ഇങ്ങോട്ട് ഊരി എൻ്റെ കയ്യിൽ വന്നിരിക്കും. ഒത്തിരി തട്ടുന്നുണ്ട്.
തിരിച്ചെടുക്കാം നമുക്ക്. ഇതിൻ്റെ വലിയ വേറൊരു ടാസ്ക്കാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ആവാൻ തന്നെ 1.5 മണിക്കൂർ എടുക്കും. എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആവാൻ ഈ യൂട്യൂബ് ചാനലിൽ ഉള്ളവർക്കറിയാം എൻ്റെ പാട്. അത്രയ്ക്കും പാടാണിത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും അടുത്ത് ഗീവ് ഉണ്ട് കേട്ടോ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് വേണ്ടി ചെയ്തതിന് ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യണം. നിങ്ങൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്തേക്കണം, ഒരു കമൻറ്റെങ്കിലും. പിന്നെ സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ എൻ്റെ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കേ. ഡിഫറൻസ് ഉണ്ട്. വേഗത്തിന് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ലോങ് ആക്കും. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. വീഡിയോ എടുത്തിട്ട് കാണുമ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തില്ല. അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഫുള്ള് വറ്റിച്ച് തുടച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കല്ലും പിന്നെ വെളിയിൽ തോനെ ഇതിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ നിന്ന് ഒരച്ച് കഴുകി കഴിഞ്ഞാൽ ഇതാ നടുവൊക്കെ പൊട്ടിക്കഴിച്ച് ഇളകി പോകാൻ കഴിച്ചിപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എന്നെ കണക്ക് തട്ടിക്കൂട്ടി മീൻ വളർത്താനുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എൻ്റെ ഫലം അത്ര ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ടാങ്ക് ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ ക്ലീൻ ആവില്ല. നിങ്ങൾ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഏതെങ്കിലും അക്വേറിയക്കാരെ വിളിച്ച് സെറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ബെറ്റർ. അപ്പം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാം.
ഈ മണ്ണ് എന്തായാലും വെച്ച് ഫസ്റ്റ് മണ്ണ് കഴുകാനല്ലേ, കല്ലാണ് നീക്കിയിട്ട് മണ്ണിൻ്റെ വരും ഇത് മണ്ണ്. ഓസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം. ഫുൾ ടെക്നോളജിയാണ്. ഫുള്ളി ഇളക്കി എടുത്ത് കഴുകണം. ഫുള്ള് വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെയ്യാം. രണ്ടു വട്ടം കഴിയിട്ടുണ്ട്. ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. അല്ല ഒരുപാട് അഴുക്കില്ല, നമുക്ക് രണ്ടു വട്ടം കഴിയാൽ മതി. ഞാൻ പുതിയതായിട്ടാണ് പനി ടാങ്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതെങ്കിലും അക്വേറിയക്കാരെ വിളിച്ച് സെറ്റ് ചെയ്യണമെന്ന്. എന്തെങ്കിലും സെറ്റ് ചെയ്താൽ മതി. തന്നെ സെറ്റ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ നല്ല പാടായിരിക്കും കേട്ടോ. എല്ലാം അറിഞ്ഞ് വെച്ചിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാൻ. ഇന്നത്തെ വീഡിയോ മിക്കവാറും ഈ സ്റ്റോണും സാൻഡും സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതായിരിക്കും മിക്കവാറും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ മണ്ണിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ടുണ്ട്. എനിക്ക് വെച്ച് വെള്ളം നടക്കും. നിങ്ങളിങ്ങനെ ഈ നട്ടപ്പഴി വെയിലത്ത് ഇങ്ങനെ പണിയൊന്നും എടുക്കില്ലേ ഗൈസ്? എനിക്ക് ഈ വെയിലിനെ എപ്പോഴും കൊണ്ടുകൊണ്ട് ശീലിച്ചിരിക്കുകയാണ്. ചിലർക്ക് ഇങ്ങനെ വെയിൽ കൊണ്ടാൽ പനി വരും. അപ്പോൾ ഒരുപാട് അങ്ങനെ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തേച്ച് കഴിയുക. ഇത് ഒരു പഴയ ട്യൂബ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിഷ്ടമല്ല നമുക്ക് യൂസ് ചെയ്യാൻ സാഹചര്യമില്ല. ഇതൊക്കെ ഞാൻ പോയി റോഡിൻ്റെ ഈ റോഡ് പണി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇവിടെ ആയിട്ട് തോന്നാം കല്ല് ബാക്കി വരില്ല. അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറക്കിയെടുത്തതാണ് കേട്ടോ. ഇതിനകത്ത് എന്തോന്നൊക്കെയോ ഓർമ്മ തോന്നുന്ന കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ട് ഇതുണ്ട് ചോറാണ്, മൊത്തം പായലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് ഉരയ്ക്കുന്നതേ ഉള്ളൂ.
ഭയങ്കര പവറായിട്ട് ഞാൻ തേച്ച് കഴിയാൻ പ്ലാൻ ചെയ്യുന്നില്ല. പാനിൽ അതുമില്ലാത്ത നോക്കി ചെയ്യും. ഇത്രയും കരിയില് അങ്ങനെ ക്യാമറമാൻ കുറച്ച് സെറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒത്തിരി ഗ്യാസ് കൊടുക്കാൻ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ടാങ്കിൽ മണൽ ഫില്ല് ചെയ്യാം. തന്നെ സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചെറിയ ഗ്യാപ്പിലൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ഗ്യാപ്പ് വെച്ചപ്പോഴേ മീനുകൾ എത്ര ഗ്യാപ്പിനിടയിൽ അവിടെ ഇന്ന് മീനെ മറ്റേത് ചെറുതായിട്ട് കത്തി വരും. പക്ഷെ നമുക്ക് വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സീൽ ചെയ്യാനൊക്കെ പൂർണ്ണമായിട്ട് സീൽ ചെയ്യണ്ട. മണ്ണിട്ട് ചെറുതായിട്ട് കൊത്തി വയ്ക്കാം. എൻട്രൻസ് നമുക്ക് എടുക്കട്ടെ. കുഴി എല്ലായിടവും വലിയ കുഴിയുള്ള നമുക്ക് ഫീൽ ചെയ്യണം. ഇത്രയും കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി ഇങ്ങനെ ഈ കല്ല് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ വെക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ട ഇങ്ങനെ വെച്ചാൽ പർവ്വതത്തിന് വണ്ടിയിൽ ഒരാളും കൂടെ വെക്കണം. വലിയ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ടാങ്കിൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇതിന് വേണ്ടി ചെറിയ ബുദ്ധൻ്റെ ഇത് സെറ്റായിരിക്കും. സമയം വൈകിപ്പിക്കുന്നില്ല. തന്നെ എടുത്തേക്കാൻ നമുക്ക്
കുറേ ടാങ്കുകൾ വയ്ക്കാൻ കിടക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്റർ നോക്കി നമുക്ക് വയ്ക്കാൻ കിട്ടും. പിന്നെ ഇതിലാണ് നമ്മുടെ ക്യാമറമാൻ വേണ്ടി വരുന്നത്. നമുക്ക് പോയി നേരെ വിളിച്ചിട്ട് മണ്ണ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പ്ലേറ്റ്സിൽ മണ്ണ് ചേർക്കാം. നമ്മൾ മണ്ണ് അത്രയും കൂടെ പ്ലാന്റ് വരുന്ന മാക്സിമം മണ്ണ് വെച്ചിട്ടുള്ള മാക്സിമം പ്ലാസ്റ്റിക് ഗ്ലൗ ഒക്കെ വെച്ച് നോക്കുക. മാക്സിമം സെറ്റ് ഈ ചെറിയ ഷോയിലൊക്കെ കാണുമ്പോൾ കൈ പിടിക്കാൻ വെക്കുന്നത് അതൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ അത് ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള മണ്ണ് നമുക്ക് നേരെ ഒരു മണ്ണോ നമ്മൾ ഇറക്കുകയാണ്. സംശയം നമ്മൾ ഫ്രാൻസിന് ഹൈലൈറ്റ്സിന് മണ്ണ് കുറഞ്ഞ സംശയം എനിക്ക് തരില്ല. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ കുഴി ഉണ്ടാക്കി വേണ്ടി വരും. കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഴിക്കാനുള്ള കുഴിയാണ്. നമുക്ക് കാണാൻ ഇതിൻ്റെ കൊച്ചു ബോക്സിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇനി നമ്മൾ മെയിനായിട്ട് വലിയ കല്ലൊക്കെ തോണ്ടിയെടുത്ത് കടയും കൂടെ നമുക്ക് ഡീസൽ സെറ്റ് ചെയ്ത് പിള്ളേരൊക്കെ കാശിനാണ്.
ക്യാമറമാനിന് ചൂടെടുക്കുന്ന ക്യാമറമാൻ പോയി ഗൈസ്. നല്ല രസമുണ്ടല്ലേ ഈ ഒരു പിബിൾസ് ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ. പിബിൾസ് അല്ല വളരെ കല്ല് കുറച്ച് സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കല്ല് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫുൾ കൺഫ്യൂഷൻ ഈ കല്ലൊക്കെ എവിടെ വയ്ക്കും. നമുക്ക് ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വെള്ള കല്ല് തെറ്റി അകത്താണ് കേട്ടത്. പിന്നെ പിള്ളേരെ കല്ലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. പിള്ളേരെ കല്ല് എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല, അത് മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും ഇതാണ്. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനേ കുറച്ചും കൂടെ കല്ല്. ഇതിൽ ഇങ്ങനത്തെ പോളിഷിൽ കല്ലുണ്ട്. അതിനടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കാൻ കേട്ടോ. നല്ല രസമില്ലേ ഈ സൈഡ് കാണാൻ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പ്ലാൻസ് ഇറക്കി വെച്ചെടുക്കാം. നമുക്ക് നമ്മൾ പ്ലാൻസ് ഒക്കെ എടുക്കാം. പിന്നെ പഴയ കളറിൽ എല്ലാ സാധനവും നേരെ നോക്കുന്നില്ല. ഒരൊറ്റ ഓടി പോകുന്നതില്ല, ഓടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡിലിങ്ങനെ ഇറക്കി വയ്ക്കുന്നു. അത്ര തരേ ഉള്ളൂ. നമുക്കൊരു താമര സെറ്റ് ചെയ്യാം. ടാങ്കിൽ നാച്ചുറലായിട്ട് ഉണ്ടായ താമരേനെ ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. ഇതിനെ ചിന്തിക്കുന്നത് ഇതിന് പഴയ സ്ഥലത്ത് തന്നെ വെക്കണമെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം ഈ താമരേനെ. ഇതാണ് ഭംഗി. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താമര ഒരു പരിപാടി കുറച്ചിൻ്റെ ഇതിൻ്റെ നുള്ളിക്കളയാണ്. പിന്നെ ഇതും വേറെ നമ്മുടെ സെറ്റ് ചെയ്തിട്ട് പണിയുണ്ട്. ഇത് ഫുള്ള് പഴയത് കണക്കാണ് നമുക്ക് ഇരിക്കുന്നത്. വേണ്ട, നമുക്കെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. 2 താമര പോരെ, ഒരുപാട് വേണ്ട, കൂടിപ്പോവും. നമുക്ക് നമ്മളെ വടി കണക്കത്തെ ചെടി കയറ്റി വയ്ക്കാം. വടി അപ്പം ഇന്നൊരിക്കാനാണ് ഇതിൻ്റെ കോപ്പി. ഈ പ്ലാന്റ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇതിൽ കറച്ചിന് ക്യാമറ ഫോക്കസ് ചെയ്ത് പിടിക്കാൻ നോക്കുന്നില്ല. നിങ്ങളുടെ ശ്രമിക്കണം കേട്ടോ. ഒറ്റയുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇങ്ങനെ കുത്തിയിട്ട് പയ്യെ ഇറക്കാം. ഇരിക്കുന്നില്ലല്ലോ ഗൈസ്. ഒരു കല്ലൊന്നും എടുക്കേണ്ടത്. ഒരു വെള്ളര കല്ലെടുക്കുന്നു, നേരെ ഇവിടെ ഇങ്ങനെ കയറ്റി വയ്ക്കുന്നു. ഇതും കൂടെ അങ്ങനെ ഇറക്കി വെച്ച സൺസെറ്റ്.
ഇങ്ങനെ കാണാനായിട്ടോ സ്വിച്ച് വേറെ ഏതെയും ഇതൊക്കെ നമുക്ക് നമ്മൾ ഈശ്വരി കിട്ടിക്കാം. ഓക്കെ, നെക്സ്റ്റ് അതൊക്കെ കയറ്റി വെച്ചാൽ നമ്മുടെ ടാങ്ക് മൊത്തത്തിൽ നിറഞ്ഞങ്ങിരിക്കും. ഇന്ത്യയും നമുക്കത് കണക്ക് സെറ്റിട്ടുണ്ട്. ഇന്ത്യ സെറ്റിൽ നമ്മളെ 3 ബ്രാൻഡ്സ്, 3 വലിയ ബ്രാൻഡ്സ് സെറ്റിട്ടുണ്ട്. ഈ ഇതേക്കണ വലുതുണ്ട്, സെറ്റ് ചെയ്യണം ഞാനൊക്കെ ചിന്തിക്കുന്നു. ഈ ഗ്യാപ്പിൽ നമുക്ക് ചെറിയ ബോക്സിൽ ഇറക്കി ഇങ്ങനെ അങ്ങ് വെച്ചെടുക്കാം. അത് ഈ കടയിൽ നിന്ന് കഴിച്ച ഫോക്സ് ടെയിലാണ്. ഇത് നാടൻ ഫോക്സ് ടെയിലാണ്. നമ്മൾ ആറ്റിലും പുരയിലൊക്കെ കിട്ടും. എനിക്കിഷ്ടം നാടൻ ഫോക്സ് ടെയിലിൻ്റെ ബ്രാൻഡാണ്. അത് നല്ല രസമാണ് കാണാൻ. നാടൻ ഫോക്സ് ടെയിലിൻ്റെ ബ്രാൻഡ്. വേറൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നുണ്ട് ഗൈസ്, വന്നല്ലോ നമ്മളെ ബുർജ് ഖലീഫ. ഇപ്പോൾ നമുക്ക് ബുർജ് ഖലീഫ തന്നെ ഇങ്ങനെ ഓടിച്ചു എന്നിട്ട് ഇതിനുവേണ്ടി വെച്ച് നീണ്ട് സെറ്റ് ചെയ്യേണ്ട ഒരു എനിക്ക് സംശയമുണ്ട്. നോക്കാം, ഇത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഈ ഗ്യാസിൽ കല്ല് വെച്ച് മാറ്റി സെറ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ച് മണ്ണിനെ വടിച്ചെടുത്തിട്ട് നല്ല കൂടെ ഇടാം. ഫുൾ തട്ടിക്കൂട്ടിപ്പ് പരിപാടിയാണ് ഗൈസ്. ആണെങ്കിൽ ഇന്ന് മൊത്തം എനിക്ക് ഇതിൻ്റെ പണിയായിരിക്കും. ഇതിൻ്റെ ഇവിടം വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ ഇറക്കി വെച്ചല്ലോ. ഇതൊക്കെ ഇങ്ങനെ വളർന്നതിൻ്റെ മുതുക്ക് സൈസുള്ള പ്ലാന്റൊക്കെ ആകും ഗൈസ്. അതെ, നമ്മൾ പിന്നെയും ഇതിൽ വലിച്ചിളക്കും, പിന്നെയും ഗ്രൂമേ നമ്മൾ സെറ്റാക്കും. യവനാണ് അടുത്ത മീൻ ഇട്ടത്തിൽ യവൻ. ഈ പ്ലാൻ നിസ്സാരക്കാരനല്ല, ഇതിൻ്റെ ഭംഗിന്നൊക്കെ വെച്ചാലാണ് ഭംഗി. അത്രയ്ക്കും രസമാണ് ഈ പ്ലാന്റ്. ഈ പ്ലാന്റിന് നമുക്ക് ഉണ്ട് നമ്മൾ കാട്ടിൽ ഫോറസ്റ്റിലേക്ക് കിട്ടിയ മിനി ഫോറസ്റ്റ്. ഇത് ഇളകി പോകാൻ എനിക്ക് ഡൗട്ടുണ്ടേ. നെക്സ്റ്റ് നമുക്ക് വയ്ക്കാം. ഈ ഗ്രൂം ചെയ്ത് ബാക്കി ചെടികളെ ഞാൻ കളയുന്നില്ല കേട്ടോ. നേരെ വെളിയിലത്തെ ഒരു ഉറയിൽ കൊണ്ടിടും. അവിടെയൊക്കെ ഇത് വളരുമ്പോൾ പിന്നെ യൂസിനെടുക്കും. കൊച്ചി നമ്മുടെ വെളിയിലത്തെ ടാങ്ക് നശിച്ചു പോയ തോന ഗപ്പികളെ ടപ്പുണ്ടല്ലോ, തോനെ പറ്റിപ്പോയി. എന്താ തോന്നിയത് നമ്മൾ ഷ്രിമ്പിൻ്റെ ടാങ്കിൽ നിന്ന് കേട്ടോ, അതൊക്കെ നശിച്ചു പോയി. ഷ്രിമ്പിൻ്റെ ടാങ്കിൽ നിന്ന് 5-6 തണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അഞ്ചാറില്ല, കുറച്ചധികം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്ലവറിങ് പ്ലാന്റാണ് കേട്ടോ. ഇതിനെ കണ്ടത് കൊച്ചിനെ
എന്തൊരു ഒരു എൻ്റെ ഉണ്ട്. പിന്നെ ഈ ഒരു ടബിലാണ് നമ്മൾ നാടൻ പീസ് കിടക്കുന്നത്. നമ്മൾ താഴെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. തറ ഭയങ്കര ചൂട്. ഇപ്പോൾ പൊള്ളിട്ട് നശിച്ചു പോയാലും യവന്മാരെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു പ്ലാന്റ് യവന്മാരെ എടുത്തിട്ടുണ്ട്. യവന്മാരെ കൂട്ടത്തിൽ യവനെ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും വിധം പറിച്ചെടുക്കുകയാണ്. ഇതുണ്ടോ, ഞാൻ ചോദിച്ചത് തവളയാണെന്ന് ഞാനിപ്പോൾ തൊട്ട്. കുറച്ച് ഇരുന്നെടുത്തിട്ടുണ്ട്. മീൻ അടിയോട് നിൽക്കുന്നുണ്ട്. സൂം ചെയ്ത് കാണിക്കാം. അടി കയറുന്നേട്ടോ, അടി കയറുന്നു. ഇതൊക്കെ നമ്മൾ ജെയിൻ്റെ മോളിൻ്റെ വെറൈറ്റി എണ്ണമാണ്. അത് ബ്രീഡ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ തന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ജീവനോട് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ സൂം ചെയ്യാനുള്ള ചെടി ഇത്രയും കൂടെ താരം ഒത്തേറെ കുറച്ച് ചെടികളെ നമ്മൾ ആവശ്യമില്ലാതെ സെറ്റ് ചെയ്ത് ഒന്ന് പറിച്ചെടുക്കാം. അത്രയും ചെടിയുണ്ട്. ഇനി ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിനുണ്ട്. കുറച്ച് കുഴി ഉണ്ടാക്കി ഇട്ട് വെച്ചാലും മതി ഗൈസ്. അതെ, ഇതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിർത്തിയാൽ മതി. ഇത് പ്ലാന്റൊക്കെ റെഡി ആയി. ഇതിൻ്റെ ഇടയിൽ ഈ പ്ലാന്റൊക്കെ ഈ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഫുൾ ഞാൻ പഠിക്കുന്ന സ്റ്റാർ അക്വേറിയത്തിൽ നിന്നാണ്. എനിക്കറിയാവുന്ന ഒന്ന് സ്റ്റാർ അക്വേറിയം, മറ്റേ ഫേമസ് ആയിട്ടുള്ളൊരു അക്വേറിയം ഷോപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ വേണ്ട ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കും. എൻ്റെ പൂവിൻ്റെ കയ്യിൽ വരുന്നുണ്ട്. ഇപ്പോൾ ക്യൂട്ടാന്ന് നോക്കിയേ. ഇതുണ്ട്, ഇതേ കണക്കൊക്കെ കിട്ടണം. സെറ്റ് ചെയ്തിരിക്കും. ഇനി നമ്മൾ അതൊക്കെ എത്രയേ ഉള്ളൂ. ഒത്തിരി മണ്ണ് എന്തായാലും എത്ര ഉണ്ടെങ്കിൽ മണ്ണ് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തന്നെ ഇതേ കണക്കത്തെ ഈ സെയിം പ്ലാന്റ് ഉണ്ടെന്ന് വെച്ചെടുത്തു, പറ്റിയൊന്നുമില്ല. തോന പ്ലാന്റിനെ ഇങ്ങനെ വേരില്ലാതെ വെച്ച് കൊടുത്തിരുന്നു. അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പ്ലാന്റ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കൂട്ടിച്ച് പോയി, വളർച്ചയില്ലാതെ. ഞാൻ ചോദിച്ചു എൻ്റെ പ്രശ്നമായിരിക്കും. അത് എൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ ഒന്നിൻ്റെ വേര് സെറ്റാവാതെയാണ് വേരത്രയും കൂടെ പറിച്ച് കളഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ച്. അങ്ങനെയെല്ലാം പോയി. ഇത്ര മതിയാവില്ലേ ഇവിടെയൊക്കെ. ഈ പ്ലാന്റ് ടാങ്കൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയും. അത് വെച്ച് ഒരു ടൈപ്പ് ഓഫ് കലയാണ്. കണക്ക് കഴിവും കൂടെ വേണം. എൻ്റെ എല്ലാം എനിക്ക് എങ്ങനെയാണ് തന്നെ നിങ്ങളിൽ തോന്നിയ ഒരു കമൻറ്റിൽ ഇത്രയും ഫ്രണ്ട്സും ബാക്കിയുണ്ട്. ഇതിനകത്തിന് ഞങ്ങളുടെ കുറേലിടും കേട്ടോ. ഇത്രയും കല്ലും ബാക്കിയാണ്. കല്ലും പറിച്ചിട്ട് എല്ലാം ഓടിയെടുക്കാം. പിന്നെ നമ്മളെ ഫ്രണ്ട് ടൈമിലേക്ക് ഞാൻ ഈ പ്ലാന്റിന് ഇനി വയ്ക്കുന്നില്ല. ഇത് വെച്ച അന്ന് ഫ്രണ്ട് ടാങ്ങും ലുക്കേ പോകും. ബട്ട് നല്ല പ്ലാന്റാണിത്.
ഒരു പ്യുവർ നാച്ചുറൽ ഫിൽറ്ററാണ് ഇത് ഈ പ്ലാന്റ്. അപ്പോൾ ഇനി അടുത്ത് ഒരു വലിയ ടാസ്ക്കാണ് ഇത് വെള്ളം നിറയ്ക്കുക. പിന്നെ കുറച്ച് തട്ടിക്കൊടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കറക്റ്റ്. വല ഇങ്ങനെ പിടിച്ചു വെക്കാം. ഒരു എടുക്കുകയാണ് പരിപാടി. നേരെ ഇപ്പോൾ പാളി. ഇപ്പം എല്ലാ വെടിപ്പിനും പണി കൊള്ളുമ്പോൾ യൂസ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മളെ എപ്പോഴും കാണും. ടെക്നോളജി ഉണ്ടെങ്കിലും ഗപ്പീനെ കൈകൊണ്ട് പിടിച്ച് കഴിഞ്ഞ് ഫംഗസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനെ പീഡിച്ചിട്ടുണ്ട്, രണ്ടും കൽപ്പിച്ച്. നമ്മളിട്ട് ഓട്ടം കളിപ്പിച്ച് ഗപ്പി ചെയ്താൽ നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ അത്രയുള്ളൂ. നാടൻ ഗപ്പി ഏത് ഗപ്പി ആയാലും നമ്മൾ തൂക്കും. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഞാൻ മണ്ണൊക്കെ ഇവിടെ ഊട്ടടിക്കുക ചെയ്യുന്നത് അതച്ച് ഞാൻ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. ഇത്രയും മുകളിൽ നോക്കുമ്പോൾ ഫുൾ അല്ലെങ്കിൽ ആയത് എനിക്ക് തോന്നും. കണ്ടിതുണ്ട്, നല്ല രസമാണ്. ഇത് അടിയിൽ നിന്നുള്ള വ്യൂ കണ്ടത് സാമ്പാണൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളെ ഗപ്പികളെ നേരെ പിടിക്കാം. ഒരുപാട് എന്തായാലും ഞാൻ വൈകിപ്പിക്കുന്നില്ല. ഇവിടെ എങ്ങനെ നമ്മൾ എനിക്ക് പറഞ്ഞു തീർന്നില്ല. തൊപ്പണ എനിക്ക് നേരെ ഇതുണ്ട്. ഇല്ലോ മ്യൂസിക്കിൻ്റെ ടാങ്കാണ്. ഇടയ്ക്ക് ചെയ്തത് തവള പിന്നെയും ഫുള്ള് സെറ്റാക്കി എടുത്തു. നമ്മൾ കസേരയിൽ നിന്ന് സാധാരണമായിട്ട് കുടിക്കാം. ഇപ്പം തന്നെ നോക്കിയാൽ കാണും കേട്ടോ അത് കിടക്കുന്നത്. കാണിച്ച് കുറച്ച് അതിൻ്റെ ഷേപ്പിനിങ്ങനെ വന്നിരിക്കുക കേട്ടോ. സർക്കിൾ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെള്ളം നിറയ്ക്കുക. ഇപ്പോൾ തിരിച്ചുള്ളേ ഉള്ളൂ, അത് നമുക്ക് പയ്യെ പയ്യെ നിറയ്ക്കാം. ചവറകത്ത് കിടക്കുന്നുണ്ട്, നേരെയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുഞ്ഞുങ്ങളാണ് കുടിക്കുന്നത്. നമ്മൾ ടാങ്കിൽ ജനറേഷൻ എടുത്താൽ കുഞ്ഞുങ്ങൾ തന്നെ വേണം. വലിയൊരു ഇതുള്ളൂ. കുഞ്ഞുങ്ങളെ കളർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊന്നും കാണാനില്ല, പിടിച്ച് കുഞ്ഞുങ്ങളാ. ഈ പയ്യൻ്റെ ഒട്ടേക്കൂടെ കുഞ്ഞുങ്ങൾ വെളിയിൽ പോയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിപ്പോൾ പിന്നെ നമ്മളെ മീൻ പിടുത്തം സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുഞ്ഞ് ഗപ്പി നമ്മളെടുത്ത് വെച്ച് ട്രാപ്പായിട്ടുണ്ട്. ഈ നാടൻ ഗപ്പീൻ്റെ ഒരു സ്പെഷ്യലായിട്ടെന്ന് വെച്ചാൽ ഇവിടെ
ചാട്ടാന്ന് വെച്ചാല് ഇല്ലാത്ത ചാട്ടാണ്. കുട്ടീനെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിടിച്ചിട്ട് കാണിച്ചെന്ന് ഞാൻ വരച്ച് പിടിക്കത്തെ പാടാം. ഞാൻ പിടിച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ തോനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതൊരു അയൽപിന ഫുൾ റെഡ് ബിഗിയറാണെന്ന് പറഞ്ഞിട്ട് അയൽപിന ഫുൾ റെഡിൻ്റെ ഒരു കുഞ്ഞുണ്ട്. കണ്ടിട്ട് എനിക്ക് ഫുൾ വൈറ്റ് കണക്കാന്ന് തോന്നുന്നു. ഫുൾ റെഡാണ് ഗൈസ്. കണ്ടോ, ഞാൻ കൊച്ചുങ്ങളെ കുറച്ച് അതാത്തോട്ട് ആക്കിയിട്ട് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നേരെ നമ്മൾ ചാടിപ്പോട്ടെ. ഞാൻ നേരെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഹൈലൻസിലേക്കാണ് ഇറക്കിയിട്ട് അങ്ങനെ എൻ്റെ കഷ്ടപ്പാടിൽ ഇത്രയും ഞാൻ നിറച്ചത്. ഞാൻ മീനെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള സീൻ വരെയാണ് കാണിച്ചത്. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടാണ് ബാക്കിയുള്ളവർ ഇതുണ്ട് മൊത്തം ഫാനാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നീട്ടെന്തെന്ന്. അങ്ങനെ ഞാൻ നിറച്ചു. ഇപ്പോൾ കാണിക്കുന്നു കാണാൻ കേട്ട് നിങ്ങൾക്ക് ഓരോ ദിവസം ഇങ്ങനെ പൊന്തി കിടക്കണേ. അത് എത്രയും പഠിച്ചെടുക്കണം നമ്മളെ. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഇത്ര നിറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരാൾ നിറച്ചാൽ ഇവിടുത്തെ പൂച്ചശല്യം കാണാം, എല്ലാത്തിനും ഞാൻ കൊണ്ടുപോകും. പിന്നെ ഈ ചെടി ഇതൊന്നാ കണക്കിയിരിക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് വെച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ ടാങ്കിലെ നീളം മനസ്സിലാവും. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോ വന്നുതരാം. ബൈ ബൈ.